Hi guys, today we're gonna discuss on the topic of concept of education technology. നമ്മുടെ എഡ്യൂക്കേഷനകത്ത് ടെക്നോളജി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. ബിക്കോസ് ടെക്നോളജി ഇല്ലാതെ എഡ്യൂക്കേഷന് ഇന്നൊരു നിലനിൽപ്പില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എഡ്യൂക്കേഷന് ഒരു ബട്ടർ ലൈക്ക് സ്മൂത്ത് ആക്കുന്നത് ടെക്നോളജി കൊണ്ടാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. മോസ്റ്റ്ലി ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ChatGPT ആണ്. അതാണ് ഏറ്റവും വലിയ ടെക്നോളജി നമ്മളിപ്പോൾ കറൻ്റ്ലി കാണുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ലൈക്ക് ഒരു എഡ്യൂക്കേഷൻ ടെക്നോളജി ഇൻട്രൊഡക്ഷൻ ഐഡിയ നമുക്ക് ഈ ഒരു സെഷനിലൂടെ മനസ്സിലാക്കാം. അത് ട്രഡീഷണൽ എയ്ഡ് തൊട്ട് നമ്മുടെ കറണ്ട് പ്രസൻറ്റ് സൊസൈറ്റിയിൽ ഇപ്പം വരെ എന്തൊക്കെ മാറ്റങ്ങളാണ് ടെക്നോളജി കൊണ്ട് നമുക്ക് ഉണ്ടായതെന്ന് നമുക്ക് ഈ ഒരു സെഷനിലൂടെ മനസ്സിലാക്കാം. നമുക്ക് ഈ ഒരു സെഷൻ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വെച്ച് തുടങ്ങാം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്ന് വെച്ചാൽ മാൻസ് കോൺസ്റ്റന്റ് ഡിസയർ ഫോർ എക്സലൻസ് ആൻഡ് പ്രോഗ്രസ് ഹാസ് ലെഡ് ടു ഇന്നോവേഷൻസ് ആൻഡ് ഇൻവെൻഷൻ ഇൻ എവറി സ്പിയർ ഓഫ് ലൈഫ്. അപ്പം നമുക്ക് എന്താണ് ഇതിനെന്ന് മനസ്സിലാകുന്നത്? അപ്പം നമ്മൾ മനുഷ്യരെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ എന്താണ് പുതിയ പുതിയ കാര്യങ്ങൾ എപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ ലൈഫ് എങ്ങനെ സ്മൂത്ത് ആക്കാം ടെക്നോളജി വെച്ച് എന്നാണ് നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ഡെവലപ്പിംഗ് ആൻഡ് ഇംപ്രൂവിങ് ബോത്ത് പ്രോസസ്സസ് ആൻഡ് പ്രോഡക്ട്സ് ഓഫ് ഹ്യൂമൻ വർക്ക്. അപ്പം നമ്മൾ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും നമ്മുടെ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പ്രോസസ്സ് സ്മൂത്ത് ആക്കാനും അതുകണക്ക് തന്നെ ഹ്യൂമൻ വർക്ക്സിൻ്റെ പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും എല്ലാം നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി ഒരു വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അത് കണക്ക് തന്നെ ടുഡേ വി കനോട്ട് ഇമാജിൻ ലൈഫ് ഓർ എഡ്യൂക്കേഷൻ വിത്തൗട്ട് ടെക്നോളജി. കാരണം ഇന്ന് നമുക്ക് സാങ്കേതിക വിദ്യകളില്ലാതെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. നമുക്ക് തിങ്ക് ചെയ്യാൻ പോലും പറ്റത്തില്ല. കാരണം ഓരോ ദിവസവും കുറേ ടെക്നോളജി ഓരോന്ന് വലുതായിക്കൊണ്ടിരിക്കുക. അതാവുന്ന തോറും നമ്മുടെ ലൈഫ് ബട്ടർ ലൈക്ക് സ്മൂത്ത് ആവുകയാണ്, കൂടുതൽ സ്മൂത്ത് ആവുകയാണ്. കാരണം അവിടെ ഒരു സ്റ്റോപ്പിങ് ലൈക്ക് ഒരു ജെർക്ക് ഒന്നും വരുന്നില്ല. കാരണം ടെക്നോളജിയുടെ വളർച്ച കൊണ്ട് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ഹ്യൂമൻസിനാണ്. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ടെക്നോളജി എന്താണെന്നുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, ഒരു ചെറിയൊരു ഐഡിയ നമുക്ക് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ടെക്നോളജി എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഗ്രീക്കിൽ നിന്നാണ്. അപ്പോൾ ഇതിനകത്ത് രണ്ട് ഗ്രീക്ക് വേർഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ടെക്നി. ടെക്നിയുടെ മീനിങ് എന്ന് വെച്ചാൽ ആർട്ട്, സ്കില്ല് ഓർ ക്രാഫ്റ്റ്. എന്ന് വെച്ചാൽ കല, കഴിവ് അല്ലെങ്കിൽ കരകൗശലം. ലോഗോസിൻ്റെ മീനിങ് എന്താണ്? ലോഗോസ് മീനിങ് സ്റ്റഡി ഓർ സയൻസ്, പഠനം അല്ലെങ്കിൽ ശാസ്ത്രം. അപ്പോൾ ടെക്നോളജിയുടെ അർത്ഥം നമുക്ക് അതിനകത്ത് നിന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാം. ടെക്നോളജി എന്ന് വെച്ചാൽ എന്താണ്? ശാസ്ത്രത്തിനകത്തുള്ള കലയും കഴിവിനെയാണ് ടെക്നോളജി എന്ന് വിളിക്കുന്നത്. ഈ കലയും കഴിവും നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? മനുഷ്യന് അവൻ്റെ ഡിസൈർഡ് ഗോൾസ് എന്ന് വെച്ചാൽ മനുഷ്യൻ്റേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ടെക്നോളജി എന്ത് ചെയ്യുന്നത്? മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നത്. നമുക്ക് ടെക്നോളജിയെക്കുറിച്ച് ഒരു ചെറിയ ഇൻട്രൊഡക്ഷനും കിട്ടി. അതുകണക്ക് തന്നെ ടെക്നോളജിയുടെ ഡെറിവേഷനും അതിൻ്റെ മീനിങ്ങും നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ദ മെയിൻ ടു ആസ്പെക്ട്സ് ഓഫ് ടെക്നോളജിയാണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടെക്നോളജി ഓഫ് തിങ്സ് ആണ്. ദി ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് സ്കിൽസ് യൂസ്ഡ് ടു മീറ്റ് കമ്മ്യൂണിറ്റി നീഡ്സ്. അപ്പോൾ ടെക്നോളജി ഓഫ് തിങ്സ് എന്ന് പറയുന്നത് നമ്മൾ സിമ്പിൾ ടേംസിൽ പറയുന്ന ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റ്, അതൊരു സെൻസർ എംബ്രോയ്ഡ് ആയിരിക്കും. അതിനകത്തൊരു ഫിക്സഡ് സെൻസർ കാണും. അത് കണക്ക് തന്നെ ഒരു സോഫ്റ്റ്വെയറും കാണും ഡേറ്റ എക്സ്ചേഞ്ചിന് വേണ്ടി. അപ്പോൾ നമുക്കത് എക്സാമ്പിളായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന സ്മാർട്ട് വാച്ച് ആണ് ഒരു ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്മാർട്ട് വാച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെൽത്ത് സ്റ്റാറ്റസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്മാർട്ട് വാച്ചിൽ ഒരു സെൻസർ കാണും. ആ സെൻസർ വഴിയാണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. അത് കളക്ട് ചെയ്തിട്ട് അതൊരു സോഫ്റ്റ്വെയറിന് കൊടുക്കുകയും ആ സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ട് നമുക്ക് ഒരു ഇൻഫർമേഷൻ ആയിട്ട് നൽകുകയും ചെയ്യുന്നത്. അപ്പോൾ ടെക്നോളജി ഓഫ് തിങ്സിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന സ്മാർട്ട് വാച്ചാണ്. അത് കണക്ക് രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ടെക്നോളജി ഓഫ് പ്രോസസ്സ് ആണ്. അതെന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് സയൻറ്റിഫിക് നോളജ് ടു പ്രാക്ടിക്കൽ ടാസ്ക്. എന്ന് വെച്ചാൽ നമ്മുടെ ഓട്ടോമേഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിനകത്ത് ഈ ഓപ്പറേഷൻസിൻ്റെ വർക്ക് ഫ്ലോ സ്മൂത്തായിട്ട് നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അവിടെ കുറച്ച് ടൂൾസും സിസ്റ്റംസും പ്രാക്ടീസസും ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ടെക്നോളജി ഓഫ് പ്രോസസ്സ്. എന്ന് വെച്ചാൽ ടൂൾസ് അല്ലെങ്കിൽ സിസ്റ്റംസ് അല്ലെങ്കിൽ പ്രാക്ടീസസ് ഉണ്ട്. അത് വെച്ച് നമുക്ക് നമ്മുടെ ഓപ്പറേഷണൽ വർക്ക് ഫ്ലോ സ്മൂത്ത് ആക്കാൻ പറ്റും. ഓട്ടോമേഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക്. അപ്പോൾ നമ്മൾ അടുത്ത നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജിയാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ടെക്നോളജി എന്ന് വെച്ചാൽ എന്താണ്? ദ കോമ്പിനേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. അത് നമുക്ക് ഇറ്റ്സെൽഫ് ആ ടേമിൽ നിന്ന് തന്നെ മനസ്സിലാവും. അതാണ് ഇറ്റ് റെഫേഴ്സ് ടു ദ ആപ്ലിക്കേഷൻ ഓഫ് ടെക്നോളജി ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ ടു ഇംപ്രൂവ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. അപ്പം ടെക്നോളജി അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ എന്താണ്? അത് എഡ്യൂക്കേഷൻ്റെ ഫീൽഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ള ഏറ്റവും വലിയ ഗുണം എന്താണ്? നമുക്ക് ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സ് ഇമ്പ്രൂവ് ചെയ്യാം. അല്ലെങ്കിൽ ആ പ്രോസസ്സ് സ്മൂത്തൻ ചെയ്യാൻ പറ്റും. അത് കണക്കിന് ടെക്നോളജി എലോൺ കനോട്ട് അച്ചീവ് എഡ്യൂക്കേഷൻ ഗോൾസ്. ഇറ്റ് മസ്റ്റ് വർക്ക് ഹാൻഡ് ഇൻ ഹാൻഡ് വിത്ത് എഡ്യൂക്കേഷൻ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് സാങ്കേതിക വിദ്യ മാത്രം വെച്ച് നമുക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ എന്താണ്? വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ സാങ്കേതിക വിദ്യയും
കൂടിച്ചേർന്നാലേ അത് രണ്ടും കൈകോർത്ത് നിന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എഡ്യൂക്കേഷൻസിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഗ്രേറ്റർ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതിനൊക്കെ എഡ്യൂക്കേഷൻ ട്രാൻസ്മിറ്റ്സ് നോളജ്, സ്കിൽസ്, വാല്യൂസ് ആൻഡ് ട്രഡീഷൻസ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ. അതിനൊക്കെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? അറിവ്, അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ, അവരുടെ മൂല്യങ്ങൾ, അല്ലെങ്കിൽ പരമ്പരാഗത രീതികൾ, ഇതെല്ലാം നമ്മൾ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് പകർന്നു കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എന്താണ്? ടെക്നോളജിയാണ്. ടെക്നോളജി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ തലമുറയിൽ എന്തൊക്കെ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ അടുത്ത തലമുറയിലേക്ക് നമുക്ക് കൈമാറാനായിട്ട് കഴിയത്തുള്ളൂ. അതേ കണക്കിന് എഡ്യൂക്കേഷൻ ടെക്നോളജി യൂസസ് സയൻറ്റിഫിക് മെത്തേഡ്സ് ആൻഡ് ടൂൾസ് ടു മേക്ക് ദിസ് ട്രാൻസ്മിഷൻ മോർ എഫക്റ്റീവ്. അത് നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ ഈ അറിവും ഈ നമ്മുടെ മൂല്യങ്ങൾ, അറിവുകൾ, നമ്മുടെ കഴിവുകൾ എല്ലാം അടുത്ത ജനറേഷൻ അല്ലെങ്കിൽ തലമുറയിലേക്ക് നമുക്ക് കൈമാറണം. അപ്പോൾ അത് കൈമാറാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ ടെക്നോളജിയാണ്. അവിടെ കൊണ്ടുവരുന്ന സയൻറ്റിഫിക് മെത്തേഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? പുതിയ പുതിയ നൂതന സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ ടൂൾസ്, അവിടെ കൊണ്ടുവരുന്ന ഓരോരോ ടൂൾസ് വെച്ചിട്ടാണ് ഈ ട്രാൻസ്മിഷൻ നമ്മൾ മോർ എഫക്റ്റീവ് ആക്കും. മനസ്സിലായി? ഇത് കൂടുതൽ പേരിലേക്ക് എത്താനും അത് നല്ല രീതിയിൽ എത്താനും വേണ്ടി ഈ ടെക്നോളജി സഹായിക്കും എഡ്യൂക്കേഷൻ്റെ ഫീൽഡിൽ. നമുക്ക് ഈ എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് ഈ എഡ്യൂക്കേഷൻ ടെക്നോളജിയുടെ ഫീൽഡിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു 5 M's ഉണ്ട്. ആ ഒരു 5 ഫാക്ടേഴ്സ് ഉണ്ട്. ആ 5 ഫാക്ടേഴ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ച് കൈകോർത്ത് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ എഡ്യൂക്കേഷൻ ടെക്നോളജി എന്നുള്ള ആ പ്രോസസ്സ് സ്മൂത്തറായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് നമുക്ക് സ്മൂത്തായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെഷീൻസ് എന്ന് പറയുന്നത് യന്ത്രങ്ങൾ. അതിനൊക്കെ രണ്ടാമത്തത് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്താണ്? വസ്തുക്കൾ. മൂന്നാമത്തത് മീഡിയ മാധ്യമങ്ങൾ. അതിനൊക്കെ നാലാമത്തെ മെൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ കൂടുതലും ടീച്ചേഴ്സിനായിരിക്കും നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. ടീച്ചേഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പീപ്പിൾസ് നമുക്ക് നോളജ്, സ്കിൽസ് തരുന്നത്. പിന്നെ അഞ്ചാമത്തെ വരുന്നത് മെത്തേഡ് എന്ന് വെച്ചാൽ എന്താണ്? പ്രോപ്പറായിട്ടുള്ള രീതികൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ അങ്ങനെ. നെക്സ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജിയാണ്. അപ്പോൾ ഹിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി ഒക്കർ ചെയ്യുന്നത് ഒരു 7 സ്റ്റെപ്സിലൂടെയാണ്. നമ്മുടെ ട്രഡീഷണൽ സ്റ്റേജ് തൊട്ട് നമ്മുടെ കറണ്ട് സ്റ്റേജ് വരെ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നതാണ് നോളജ് ട്രാൻസ്മിറ്റഡ് ബൈ വേർഡ് ഓർ മൗത്ത്. എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ അറിവ് നമ്മുടെ വാക്കുകളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ സ്പീക്കിങ്ങിലൂടെ നമ്മൾ പകർന്നു കൊടുക്കുന്നു. അതുപോലെ രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്? പ്രിൻറ്റഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. ലേണിംഗ് മെറ്റീരിയൽസ് ബിക്കം അവൈലബിൾ ഇൻ പ്രിൻറ്റഡ് ഫോം. എന്ന് വെച്ചാൽ എന്താണ്? പഠന സാമഗ്രികൾ നമുക്ക് എന്താണ്? പ്രിൻറ്റഡ് ഫോമിൽ എന്ന് വെച്ചാൽ അച്ചടി രീതിയിൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ പറയാം, നമുക്ക് എക്സാമ്പിളായിട്ട് ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ബുക്സ് അല്ലെങ്കിൽ മാഗസീൻസ്, ഇതൊക്കെ എന്താണ്? ഒരു പ്രിൻറ്റഡ് മീഡിയയുടെ ഒരു എക്സാമ്പിളാണ്. അതേപോലെ മൂന്നാമത്തെ സ്റ്റേജ് എന്താണ്? ഓഡിയോ വിഷ്വൽ സ്റ്റേജ്. അപ്പോൾ ഓഡിയോ വിഷ്വൽ സ്റ്റേജിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ബോർഡ്സ്, ചാർട്ട്സ്, മാപ്സ്, മോഡൽസ് ആൻഡ് അതർ ടീച്ചിങ് എയ്ഡ്സ്. അപ്പോൾ നമ്മളിപ്പം ഒരു കാര്യം നമുക്ക് വായിച്ച് പഠിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ നമുക്ക് എഫക്റ്റീവ് ആകുന്നത് എന്തായിരിക്കും? കൂടുതലും അപ്പോൾ നമ്മൾ കണ്ടുപഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതിന് റെഫർ ചെയ്യുന്ന ചാർട്ട്സ് ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ സ്റ്റഡീസ് നടത്തുന്നത് നമ്മൾ കൂടുതലും റെഫർ ചെയ്യുന്ന മാപ്സ് ആയിരിക്കും. ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ബോട്ടണി അല്ലെങ്കിൽ സുവോളജി അങ്ങനത്തെ സ്റ്റഡീസ് നടത്തുകയാണെങ്കിൽ നമ്മൾ കൂടുതലും റെഫർ ചെയ്യുന്നത് മോഡൽസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേജിനെ പറയുന്ന പേരാണ് ഓഡിയോ വിഷ്വൽ സ്റ്റേജ്. നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് സ്റ്റേജ്. അപ്പോൾ ഇലക്ട്രോണിക് സ്റ്റേജിലാണ് എന്താണ്? പ്രൊജക്ടേഴ്സിൻ്റെ ഇൻകമിങ്, അതിനൊക്കെ റേഡിയോസ്, അതിനൊക്കെ ടെലിവിഷൻസിൻ്റെ ഇൻകമിങ്, ഇതിൻ്റെ എല്ലാം ഒരു ഓപ്പണിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണിക് സ്റ്റേജാണ്. അവിടെയാണ് യൂസ് ഓഫ് പ്രൊജക്ടേഴ്സ്, റേഡിയോസ്, ടേപ്പ് റെക്കോർഡേഴ്സ് ആൻഡ് ടെലിവിഷൻസ്. പിന്നെ ഡ്യൂ ടു ഇൻഡസ്ട്രിയൽ ആൻഡ് ഇലക്ട്രോണിക് അഡ്വാൻസസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോണിക് ആയിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ്, അവിടുത്തെ ഗ്രോത്ത് കാരണം അവിടെ ടെലിവിഷൻസിൻ്റെ ഒരു ഇൻകമിങ് അവിടെ ഉണ്ടായി. അതൊക്കെ അഞ്ചാമത്തെ സ്റ്റേജാണ് എന്താണ്? മാസ് മീഡിയ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഇവിടെ വൈഡ് സ്പ്രെഡ് ഓഫ് യൂസ് ഓഫ് റേഡിയോ, TV, ടെലിടെക്സ്റ്റ് ആൻഡ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം? മാസ് മീഡിയ സ്റ്റേജിലാണ് എന്താണ്? റേഡിയോയുടെയും TVയുടെയും അത് കണക്ക് തന്നെ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ഒരു വൈഡ് യൂസേജ് വന്നത് ഏത് സ്റ്റേജിലാണ്? മാസ് മീഡിയ സ്റ്റേജിലാണ്. ഇലക്ട്രോണിക് സ്റ്റേജിൽ അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു വൈഡ് സ്പ്രെഡ് വന്നത് എവിടെയാണ്? മാസ് മീഡിയ സ്റ്റേജിലാണ്. അത് കണക്ക് തന്നെ ആറാമത്തെ സ്റ്റേജ് എന്താണ്? സൈക്കോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ സ്റ്റേജ്. ഈ സ്റ്റേജിൽ സംഭവിക്കുന്നത് വെച്ചാൽ ആപ്ലിക്കേഷൻ ഓഫ് ലേണിംഗ് തിയറീസ്, യൂസ് ഓഫ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ, സെൽഫ് ലേണിംഗ് മൊഡ്യൂൾസ് ആൻഡ് ടീച്ചിങ് മെഷീൻസ്. എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ നമ്മൾ നേരത്തെ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മാസ് മീഡിയ സ്റ്റേജിൽ. പക്ഷേ നമ്മൾ സൈക്കോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ സ്റ്റേജ് വന്നപ്പോൾ എന്ത് ചെയ്ത്? ഈ ആപ്ലിക്കേഷൻസിൻ്റെ ഇത് ലേണിംഗ് തിയറീസ് ആക്കി നമ്മൾ ബിൽഡപ്പ് ചെയ്ത്, അത് കണക്ക് തന്നെ ഇത് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് ആക്കി കമ്പ്യൂട്ടറിലാക്കി വെച്ച്, അത് കണക്ക് തന്നെ നമുക്ക് സെൽഫ് ലേണിംഗ് മൊഡ്യൂൾസ്, ഇത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ബിൽഡപ്പ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റീസ് വന്നു. അത് കണക്ക് തന്നെ ടീച്ചിങ് മെഷീൻസ്, ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല ഉപകരണങ്ങൾ, മെഷീൻസ്, അതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 6th സ്റ്റേജായ സൈക്കോളജിക്കൽ ആൻഡ് ബിഹേവിയർ സ്റ്റേജിലാണ്. അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സിസ്റ്റം അപ്രോച്ച് സ്റ്റേജാണ്. മോഡേൺ ഫേസ് ഇൻസ്പയർഡ് ബൈ എഞ്ചിനീയറിംഗ് സിസ്റ്റംസ്.
കാരണം നമ്മൾ പുതിയ പുതിയ സംഭവങ്ങൾ കണ്ടുപിടിക്കുന്നത് നമ്മുടെ മോഡേൺ ഫേസ് എന്താണ്? മോഡേൺ ഫേസ് നമ്മുടെ എഞ്ചിനീയറിംഗ് സിസ്റ്റത്തിനകത്ത് ഇൻസ്പയർ ആയി പുതിയ സംഭവങ്ങൾ കണ്ടുപിടിച്ച് നമ്മുടെ എഞ്ചിനീയറിംഗ് സിസ്റ്റം വെച്ച് നമ്മുടെ എഡ്യൂക്കേഷൻ ടെക്നോളജി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തു. അപ്പോൾ ആ സ്റ്റേജിനെ പറയുന്ന പേരാണ് സിസ്റ്റം അപ്രോച്ച് സ്റ്റേജ്. ഈ സിസ്റ്റം അപ്രോച്ച് സ്റ്റേജിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇവിടെ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സ് ഉണ്ട്. ഒരു ഡിസൈൻ ചെയ്യും, നമ്മൾ ഒരു സംഭവം, ഒരു ലേണിംഗ് മെറ്റീരിയൽ ഡിസൈൻ ചെയ്യും, അതിനെ എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഒരു ടീച്ചിങ്ങിന് വേണ്ടി നമ്മൾ അത് മൊത്തത്തിലൊന്ന് ഒരു പ്രിപ്പയർ ചെയ്ത് ഒരു പ്രോപ്പർ ഫോമിൽ ആക്കുന്നത്. അപ്പോൾ അതിനൊരു സ്പെസിഫിക് ഒബ്ജക്റ്റീവും കാണും. ഇതാണ് സിസ്റ്റം അപ്രോച്ച് സ്റ്റേജ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എഡ്യൂക്കേഷൻ ടെക്നോളജിയിൽ രണ്ട് ഡെഫിനിഷൻസ് ആണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജിയോഎം ലെയ്ത്തിനാണ്. ലെയ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ ടെക്നോളജിയിൽ ഒരു പ്രോമിനൻറ്റ് ഫിഗറാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഈസ് എ സിസ്റ്റമാറ്റിക് ആപ്ലിക്കേഷൻ ഓഫ് സയൻറ്റിഫിക് നോളജ് അബൌട്ട് ടീച്ചിങ്, ലേണിംഗ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. അദ്ദേഹം പറയുന്നത് നമ്മുടെ ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സിൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഡ്യൂക്കേഷൻ ടെക്നോളജിയിൽ എന്ത് ചെയ്യണം? അതിനകത്തൊരു സിസ്റ്റമാറ്റിക് ആപ്ലിക്കേഷൻ. എന്തിൻ്റെ സിസ്റ്റമാറ്റിക് ആപ്ലിക്കേഷൻ? നമ്മുടെ കയ്യിലുള്ള സയൻറ്റിഫിക് നോളജ്, നമ്മുടെ കയ്യിലുള്ള ശാസ്ത്രപരമായ നമ്മുടെ അറിവുകൾ, എന്തിനെക്കുറിച്ചുള്ള അറിവുകൾ എബൌട്ട് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. കാരണം ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഫീൽഡിലുള്ള നമ്മുടെ സയൻറ്റിഫിക് നോളജ്, അതിൻ്റെ സിസ്റ്റമാറ്റിക് ആപ്ലിക്കേഷൻസ്, അതിൻ്റെ ലേണിംഗ് കണ്ടീഷൻസിനകത്തുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ ഇമ്പ്രൂവ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്, ജിയോഎം ലെയ്ത്ത് പറയുന്നത്. അത് കണക്ക് തന്നെ രണ്ടാമത്തത് ഐ.കെ. ഡേവിസ് ആണ്. അദ്ദേഹവും നമ്മുടെ എഡ്യൂക്കേഷൻ ടെക്നോളജിയിൽ ഒരു പ്രൊമിനൻറ്റ് ഫിഗർ ആയിരുന്നു. അദ്ദേഹം അവകാശപ്പെടുന്നത് വെച്ചാൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഡീൽസ് വിത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോബ്ലംസ് ത്രൂ എ ഡിസിപ്ലിൻഡ് ആൻഡ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു ഓർഗനൈസിങ് ലേണിംഗ് റിസോഴ്സസ്. നമുക്ക് ഒരു ഓർഗനൈസ്ഡ് ലേണിംഗ് റിസോഴ്സസ് മെയ്ഡ് ചെയ്യണമെങ്കിൽ അദ്ദേഹം പറയുന്നത് എഡ്യൂക്കേഷൻ ടെക്നോളജി ഫസ്റ്റ് ഓഫ് ഓൾ ആ ട്രെയിനിങ് പ്രോബ്ലംസ് മനസ്സിലാക്കണം. അത് എന്തിലൂടെ? വിത്ത് എ ഡിസിപ്ലിൻഡ് ആൻഡ് സിസ്റ്റമാറ്റിക് അപ്രോച്ച്. ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചിലൂടെയും ഡിസിപ്ലിൻ വഴിയും അത് മനസ്സിലാക്കി അതുവഴി വേണം നമ്മൾ ഒരു ലേണിംഗ് റിസോഴ്സസ് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ ടെക്നോളജിയുടെ കൺസെപ്റ്റ് പഠിച്ചു. അതുകൊണ്ട് തന്നെ 5 M's ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി, ഹിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷൻ. നമുക്ക് ഈ ലാസ്റ്റ് സെക്ഷനായ എഡ്യൂക്കേഷൻ ടെക്നോളജിയുടെ ഒരു കൺക്ലൂഷൻ നോക്കാം. എഡ്യൂക്കേഷൻ ടെക്നോളജി ഹാസ് ഇവോൾവ്ഡ് ത്രൂ വേരിയസ് സ്റ്റേജസ് ഫ്രം ട്രഡീഷണൽ എയ്ഡ്സ് ടു ഡിജിറ്റൽ സിസ്റ്റംസ്. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കണക്ക് തന്നെയാണ് ഹിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി. കാരണം ഓവറോൾ സ്റ്റേജിൽ നിന്ന് നമ്മൾ സിസ്റ്റം അപ്രോച്ച് സ്റ്റേജ് വരെ എത്തി നിൽക്കുന്നത്. അപ്പോൾ അതെന്താണ്? അത് എഡ്യൂക്കേഷൻ ടെക്നോളജിയുടെ ഫീൽഡിലുള്ള ഒരു ഗ്രോത്ത് ആണ്. അതുകൊണ്ട് ഇറ്റ് ഇൻറ്റഗ്രേറ്റ്സ് സയൻസ്, എഞ്ചിനീയറിംഗ്, സൈക്കോളജി ആൻഡ് എഡ്യൂക്കേഷൻ ടു ഇംപ്രൂവ് ടീച്ചിങ് എഫക്റ്റീവ്നെസ് ആൻഡ് ലേണിംഗ് ഔട്ട്കംസ്. അപ്പോൾ എഡ്യൂക്കേഷൻ ടെക്നോളജി എന്തൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്? സയൻസ്, എഞ്ചിനീയറിംഗ്, സൈക്കോളജി, അതുപോലെ തന്നെ ഇതെല്ലാം കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് എഫക്റ്റീവ് ആക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ലേണിംഗ് ഔട്ട്കം. ലാസ്റ്റ് പോയിന്റ് ആയിട്ട് എഡ്യൂക്കേഷൻ ടെക്നോളജി ടുഡേ ഈസ് നോട്ട് മിയർലി അബൌട്ട് മിഷൻസ് ഓർ മീഡിയ. ഇറ്റ് ഈസ് അബൌട്ട് ഡിസൈനിങ് ആൻഡ് എഫിഷ്യൻറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോർ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. എഡ്യൂക്കേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഒരിക്കലും മെഷീൻസിനെ കുറിച്ചോ മീഡിയയെ കുറിച്ചോ മാത്രമല്ല. അപ്പം ഇത് നമുക്ക് തന്ന ഐഡിയ എന്താണ്? ഇറ്റ്സ് അബൌട്ട് ഡിസൈനിങ് ആൻഡ് എഫിഷ്യൻറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോർ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. എന്താണ്? നമ്മളുടെ വികസനത്തിന് വേണ്ടി, നമ്മുടെ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ വികസനത്തിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് എഡ്യൂക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. That's my topic. That's the end of the concept of education technology.